അവൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഫെബ്രുവരി 21 വെള്ളിയാഴ്ച. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസം ആരംഭിക്കാം. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രാർത്ഥനാവശ്യം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു എല്ലാവരും നിങ്ങൾ പ്രാർത്ഥന സമയം പരീക്ഷ കുഞ്ഞുങ്ങളൊക്കെ തിരിച്ച് ഈ പ്രാർത്ഥനാ പാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന്. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അഞ്ചര പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ബോർഡ് എക്സാമിൻ്റെ SSLCയുടെയും +2-ൻ്റെയും ഒക്കെ കുഞ്ഞുങ്ങളുണ്ടാകണം. അങ്ങനെ എങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ അച്ഛൻ പ്രാർത്ഥന അവർക്ക് ഏൽപ്പിക്കുകയും അപ്പം നിങ്ങൾ അവരുടെ നിരക്ക് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. വിശ്വാസപ്രമാണോ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി. സ്വർഗ്ഗസ്ഥനായ പിതാവ് ഒക്കെ പ്രാർത്ഥിച്ചാലും മതി, അറിയാൻ പാടില്ലെങ്കിൽ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit. കർത്താവെ, നിന്റെ ആത്മാവിനാൽ അങ്ങയുടെ മക്കളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്രദാർന്ന അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമേ. ശിശുജ്ഞാനത്തെയും പ്രായത്തെയും ദൈവത്തിനെയും മനുഷ്യൻ്റെയും പ്രീതിയെയും വളർന്നു വന്ന് അങ്ങേക്ക് ചെയ്തിരിക്കുന്നവരെ നിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന മക്കള് ജ്ഞാനത്തിൽ വളരാൻ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ അഭിഷേകം ചെയ്യണമേ. പഠിക്കാൻ ഉത്സാഹവർക്ക് നൽകണമേ. പഠിക്കുന്ന മനസ്സ് പതിഞ്ഞു നിൽക്കണമേ. മനസ്സ് പതിഞ്ഞു നിൽക്കുന്ന പരീക്ഷയെ പ്രതിഫലിക്കാൻ ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും കർത്താവിൻ്റെ ശബ്ദത്തിലേക്ക് ഒഴുകുകയും ചെയ്യട്ടെ. കർത്താവ് രോഗബാധിതരെ, മാനസിക അസ്വസ്ഥങ്ങളുള്ളവരെ, ഡിപ്രഷനായിട്ടുള്ള രോഗികൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തവരമേ തളിക്കപ്പെടട്ടെ. കുടുംബത്തിൽ സമാധാനം ഇല്ലാതിരിക്കുന്നവരെ, കുടുംബത്തിൽ കന്നുകാലികൾക്കും വളർത്തുമൃഗങ്ങൾക്കും വളർത്തു ജന്തുക്കൾക്കും രോഗപീഠകളുള്ള കാരണം കുടുംബ വരുമാനം നഷ്ടപ്പെട്ടിരിക്കുന്നവരുടെ മേലെ, അവിടെ വീടിൻ്റെ 4 അതിരുകളിൽ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ
ഈശോനാമത്തിൽ ഞാൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയുടെ ശക്തിയാൽ നിങ്ങളുടെ പീഡകളെ, ബാലപീഡകളെയും അതുപോലെ രോഗികളുടെയും അതുപോലെ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങളുടെയും രോഗപീഠകളെ കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്ഥിരമായി മുഴകളും പല്ലുവേദനയും വിട്ടുമാറാത്ത തലവേദനയും ഉറക്കക്കുറവുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ. കർത്താവ് ചെറിയ ചെറിയ കഴുത്തുവരിക ചെയ്തുവിട്ടും കർത്താവ് പണ്ടത്തെ പോലെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഈശോയെ. കാലം മാറിയത്, അതുപോലെ തന്നെ ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ചേഞ്ച് ചെയ്തു അത് ഒന്നും അറിയാത്ത പാവപ്പെട്ടവർ, അവരുടെ പഴയ ചെറിയ ചെറിയ വരുമാന മാർഗം കൊണ്ട് ജീവിച്ചു പോകുന്നവർ വല്ലാണ്ടൊക്കെ ചവിട്ടി തള്ളപ്പെടുന്നുണ്ട് കർത്താവെ. അവരൊക്കെ അങ്ങ് മാത്രമേ ഉള്ളൂ, ആരും അവരെ സപ്പോർട്ട് ചെയ്യാനില്ല, അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ പോലും ആരുമില്ല. കർത്താവ് അവരുടെ അങ്ങനെയുള്ള എല്ലാ മക്കളിൽ നിന്ന് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പോയി നിന്നിരുന്നെങ്കിൽ സമയത്ത് ഭക്ഷണമെങ്കിലും കിട്ടിയേനോന്ന് വിചാരിക്കുന്ന മക്കളുണ്ട് കർത്താവ്. അവരെയും ഞാൻ ഈ സമയത്ത് അങ്ങയുടെ ദിവസം ഈ പ്രഭാതത്തിൽ കൊണ്ടുവരുന്നു. കർത്താവ് ഈ പ്രാർത്ഥന അങ്ങ് ഏറ്റെടുത്തിട്ട് കർത്താവ് പലതരത്തിലുള്ള വിഷമം 1 ദിവസത്തിൻ്റെ 1-4 ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്ന പോലെ കർത്താവ് എല്ലാത്തരം പീഡനങ്ങൾ ഇരിക്കുന്നവരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ കടലാസ് സംബന്ധമായ വിഷയങ്ങൾ, രേഖ, പ്രമാണം, പറ്റുചീട്ട്, ഉടമ്പടി, കരാറ്, അതിങ്ങനെ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റ് വൈസ് കർത്താവ് പത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതെല്ലാം കർത്താവ് നീ ഏറ്റെടുക്കാൻ പ്രാർത്ഥിക്കുന്നു. നീ തന്നെ കർത്താവ് അതെല്ലാം ഒപ്പ് കിട്ടാത്തവർക്ക് ഒപ്പ് കൊടുക്കാനും, ഭാഗവെടുപ്പ് നടക്കാതെ ഭാഗവെടുപ്പ് നടക്കാനും, കരാറിൽ ലംഘിക്കാൻ പോകുന്ന അവസ്ഥയിൽ വാടക തീരാൻ പോകുന്ന അവസ്ഥയിൽ കർത്താവ് അത് പുതുക്കി കിട്ടാനും, വിസ പുതുക്കി കിട്ടാനും, ഇങ്ങനെ പേപ്പർ വർക്കിലൂടെ നടക്കാൻ വേണ്ട വരുന്ന കാര്യങ്ങൾ കർത്താവ്, സർട്ടിഫിക്കറ്റ് വിത്ത് ഹെൽഡായി പോയവരുണ്ട് ഈശോയെ, സർട്ടിഫിക്കറ്റ് കൈ കിട്ടാത്തവരുണ്ട് ഈശോയെ, അവിടെ സെൻഡായി പക്ഷേ കൈ കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കാരുണ്യം ചൊരിയുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നിൻ്റെ വിഷയത്തിന് വേണ്ടി ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ ഇന്ന് കാണുന്ന വചനഭാഗം ഈ ഉടമ്പടിയുടെ ഉൾക്കാഴ്ചകൾ, അതായത് നമ്മൾക്ക് ദൈവവചനത്തിൻ്റെ വിവിധ മാനങ്ങൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ശരിക്കും ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ സ്വന്തമായൊരു ധ്യാനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ ചില സമയത്ത് കർത്താവിൻ്റെ വചനം സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി എടുക്കും. പബ്ലിക്കിനോട് ഇങ്ങനെ പറയാനല്ല, സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി. രണ്ടും രണ്ടാണല്ലോ. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, സ്വകാര്യ ആവശ്യത്തിന് ഒരു മനുഷ്യൻ്റെ സ്പിരിച്വലായിട്ടുള്ള വിശ്വാസം ഡെവലപ്പ് ചെയ്യാനോ വിശ്വാസം വിശ്ലേഷിക്കാനോ ഒക്കെ നമുക്ക് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി വചനം ഉപയോഗിക്കാം. ഇപ്പം എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞില്ല വചനമില്ല, അതെന്നെ ശരിക്കും സ്വകാര്യമായിട്ട് ഞാൻ പലപ്പോഴും ഞാനത് ധ്യാനത്തിന് ഉപയോഗിച്ചുള്ളതാണ്. ഉൽപ്പത്തി 17:1 അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അപ്പം അതൊരു എന്താ സംഭവിച്ചില്ല, അതിനകത്ത് ഞാൻ പറഞ്ഞത് വചനത്തിൻ്റെ വിവിധ മാനങ്ങളില്ലേ, അതിനൊരു ഭാവി കാലങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവികാല സൂചകങ്ങൾ അതിൻ്റെ ഉണ്ടെന്നാണ് ഞാൻ സ്വകാര്യമായിട്ട് ധ്യാനിച്ചത്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കുറ്റമറ്റവനാകാനുള്ള സാധ്യതയുണ്ട് പുള്ളി എബ്രഹാം. കുറ്റം എബ്രഹാത്തിന് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എബ്രഹാം ചെയ്ത കുറ്റം എന്താണ് ശരിക്കും പറഞ്ഞത്? ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, ഈ എബ്രഹാത്തിന് കർത്താവ് പറഞ്ഞ വാഗ്ദാനമില്ലേ, ഇപ്പം കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉള്ള ഗുണം കാലവിളംബം വരുത്തുക ഇല്ലെന്നല്ലേ കർത്താവിൻ്റെ വെളിപാടിലുള്ളത്. അപ്പോൾ ഒരു ലാഗ് ചെയ്യണത്, അതായത് ആവശ്യമില്ലാതെ വിഷയം നീണ്ടുപോണത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതല്ല. അതായത് ലുക്ക 18:7 വചനമുണ്ട്, അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്
ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അതിന് അവിടുന്ന് കാലവിളംബം വരുത്തുമോ? അപ്പൊ കാലവിളംബം അപ്പൊ ഈ എബ്രാഹത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ടവനാണ്. 18:7 ലൂക്കായിൽ പറയുന്നതിൽ തൻ്റെ പ്രിയപ്പെട്ടവർക്കെന്നുണ്ട്. അപ്പോൾ എബ്രാഹിം തിരഞ്ഞെടുക്കപ്പെട്ടവനാണല്ലോ. പിന്നെ എന്താ, രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ആളാണ്. രാവും പകലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കുഞ്ഞില്ലാത്ത ഒരു വിഷയമല്ലേ ദൈവം. അപ്പോൾ അത് രാവും പകലും ആ വിഷയത്തിന് പ്രാർത്ഥനയ്ക്ക് ഉള്ള വിഷയമാണത്. പക്ഷേ നമ്മൾ ഒരു മനുഷ്യൻ്റെ ആയുസ് വെച്ച് കണക്കാക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ലാഗ് ചെയ്ത് പോണത് കാണാം. അതിന് കാരണം ചിലപ്പോൾ സമയത്ത് ഈ ഹാഗറിൻ്റെ വർത്തമാനം ചിലപ്പോൾ എബ്രാഹിം കേട്ടതായിരിക്കും. ഹാഗറിൻ്റെ വർത്തമാനം വെച്ച് കഴിഞ്ഞാൽ ലോത്തില്ലേ, ലോത്ത് ഇവരുടെ കൂടെ ഉണ്ടല്ലോ, ഇവരുടെ റിലേറ്റീവ് ആണല്ലോ ലോത്ത്. ഇവർ ഡിയാസ്പൊറയിൽ അന്യദേശത്ത് താമസിക്കുന്നവരാണ്. അപ്പോൾ ലോത്താണ് കൂടെയുള്ളത്. പക്ഷെ ലോത്തിൻ്റെ സ്വഭാവം അത്ര ഒരു വെടിപ്പല്ല. അതൊക്കെ ബൈബിളിൽ ലോത്തിൻ്റെ സ്വഭാവത്തിൻ്റെ രീതിയിലൊക്കെ അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ എബ്രാഹിം എങ്ങനെ മരിച്ചു പോവുകയാണെങ്കിൽ ഈ സാറായന് വേണമെങ്കിൽ ലോകത്ത് വിഷം കൊടുത്ത് വന്നുകളെ. ആ ടൈപ്പ് അങ്ങനെ ചിന്തിക്കുന്ന തെറ്റൊന്നുമില്ല. കാര്യം അയാൾ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ബൈബിളിൽ കാണുന്നത് സാധാരണ മനുഷ്യൻ ചെയ്യാത്തതാണ്. അപ്പോൾ നമുക്ക് ലോകത്തിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം. കാര്യം ഒന്നാമത്തിൽ ആട്ടിപ്പിടി, അക്രമം, കൊലപാതകത്തിനൊക്കെ പേരുകെട്ട ഗുണ്ടകൾ ലോകത്തിൻ്റെ കൂടെ ഉള്ളതാണ്. അവർ എബ്രാഹത്തിൻ്റെ ആൾക്കാരുമായിട്ട് പോലും അടിയുണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് ലോകത്തിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അത്ര ഒരു സുഖമുള്ള അന്തരീക്ഷമല്ല കുടുംബത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറായിക്ക് പ്രതിരോധം വന്നു. സാധാ പറഞ്ഞു എങ്ങനെയെങ്കിലും 10 പിള്ളേരുണ്ടായാത്തത് നല്ലത്, അങ്ങനെയെങ്കിൽ ഹാഗറിനെ പ്രാപിക്കാൻ പറഞ്ഞു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവതിരുസന്നിധിയിലുള്ളതല്ല. എബ്രാഹിം അത് കേട്ട് അപ്പോൾ എന്താ, എബ്രാഹിം ആരുടെ മുമ്പിലായി? സാറായുടെ മുമ്പിലായി. ദൈവം എന്താ പറഞ്ഞിരിക്കണത്? എൻ്റെ മുമ്പാകെ നിൽക്കുക, കുറ്റകുറ്റനായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ, നമുക്കുണ്ടാകുന്നൊരു ഒരു പ്രശ്നം ഈ വചനം എന്ന് പറയുമ്പോൾ, വചനം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അത് അതിനെക്കുറിച്ച് ധ്യാനിക്കും. വചനം ആശിച്ച് അത് എന്തെല്ലാം വാഗ്ദാനങ്ങളുള്ളത് കൊണ്ട് ആ വിഷയത്തിന് കാലവിളംബമില്ലാതെ ദൈവം നിറവേറ്റും. പക്ഷെ നമ്മൾ വചനത്തെ ഡിബേറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തെയും മനുഷ്യൻ്റെ വചനത്തെയും ഒക്കെ ഒരു പ്രാധാന്യം കൊടുക്കും. ഇപ്പം സാറയുടെ വചനമല്ലേ എബ്രാഹിം ആദ്യം കേട്ടത്. അങ്ങനെയല്ല ഹാഗറിനെ പ്രാപിക്കാനും ഇസ്മായിൽ ജനിക്കാനും ഒക്കെ കാര്യമുണ്ടായത്. ഇപ്പം സാറയുടെ വചനം മനുഷ്യൻ്റെ വചനമാണ് ശരിക്കും പറഞ്ഞത്, അത് ദൈവത്തിൻ്റെ വചനമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലല്ല അയാൾ നിന്നത്, സാറയുടെ മുമ്പിലും ആ വചനം കേൾക്കും. ആളുടെ വചനം കേൾക്കുന്നു, അയാളുടെ മുമ്പിലല്ല നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ദൈവവചനത്തെക്കാൾ മനുഷ്യവചനത്തിന് പ്രാധാന്യം കൊടുത്താൽ ദൈവവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ കാലവിളംബം എടുക്കും. കാലവിളംബം പ്രഖ്യാപിതമായിട്ട് ദൈവത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമല്ല. അത് അതിന് 18:7 പറയണത് അങ്ങനെ ഇല്ല, കാലവിളംബം നടത്തത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ കാലവിളംബം ഉണ്ടാക്കണതാ, അനുഗ്രഹം താമസിപ്പിക്കുന്നത് നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണെന്ന ചുരുക്കം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് ധ്യാനിച്ചിട്ട് പരമാവധി ദൈവതിരുസന്നിധി ഉടമ്പടിയിലൊക്കെ നിൽക്കുന്നവരും ദൈവതിരുസന്നിധി നിൽക്കുന്നവർ, ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി നിൽക്കുന്നവർ, പിന്നെ ദൈവവചനങ്ങളിൽ തന്നെ സത്യച്ചും വിശുദ്ധ ജീവിതം നയിച്ചും കുറ്റമറ്റവരായിട്ട് പോകാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.